അതിവേഗ വാർത്ത. KPCC നേതൃമാറ്റം ഉടൻ ഉണ്ടാകുമെന്ന വാർത്തകൾക്കിടയിൽ അങ്ങനെ ഒന്ന് ഉണ്ടാവില്ല എന്ന സൂചന നൽകിക്കൊണ്ട് KPCC അധ്യക്ഷൻ കെ സുധാകരൻ കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും താൻ 1.5 മണിക്കൂർ സംസാരിച്ചുവെന്നും സംസാരിച്ചത് കേരള രാഷ്ട്രീയമാണ് എന്നും തൻ്റെ നേതൃമാറ്റം സംബന്ധിച്ച ഒരു സൂചന പോലും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നും കെ സുധാകരൻ പറഞ്ഞു. ഏത് രീതിയിലാണ് മാധ്യമങ്ങൾ ഇങ്ങനെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നറിയില്ല. മാധ്യമങ്ങൾ മാത്രമാണ് KPCC നേതൃമാറ്റം ഉടൻ ഉണ്ടാവുക എന്ന രീതിയിൽ ചർച്ചകൾ നടക്കുന്നത് എന്നും കെ സുധാകരൻ പറഞ്ഞു. ഇപ്പോൾ കെ സുധാകരൻ്റെ പകരക്കാരുടെ പേരുകൾ എന്ന നിലയ്ക്ക് വരുന്ന ആന്റോ ആന്റണിയും സണ്ണി ജോസഫും ഈ പേരുകളെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും അവരോട് താൻ ഇക്കാര്യം സംസാരിച്ചുവെന്നും അവരും ആ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത് എന്നും കെ സുധാകരൻ പറയുകയുണ്ടായി. KPCCയുടെ നേതൃമാറ്റം ഉടൻ ഉണ്ടാവുമെന്നും KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റുമെന്നുമുള്ള വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു കെ സുധാകരൻ. തൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. കോൺഗ്രസിൻ്റെ തലപ്പത്ത് നിന്നുകൊണ്ടും ഒപ്പം തന്നെ ഏറ്റവും അടിത്തട്ടിൽ നിന്നുകൊണ്ടും താൻ പ്രവർത്തിച്ച പാരമ്പര്യത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഹൈക്കമാൻഡിന് അറിയാം എന്നും കെ സുധാകരൻ ആത്മവിശ്വാസത്തോടുകൂടി പ്രതികരിച്ചിരിക്കുന്നു. KPCC നേതൃമാറ്റത്തിനെതിരെ എറണാകുളം ആലുവയിൽ പ്രതിഷേധ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ഫോട്ടോ കണ്ടാൽ പ്രവർത്തകർ പോലും തിരിച്ചറിയാത്ത ആന്റോ ആന്റണിയും സണ്ണി ജോസഫുമല്ല കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കേണ്ടത് എന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. ആലുവ സ്വകാര്യ ബസ് സ്റ്റാൻഡ്, മുട്ടം, കളമശ്ശേരി എന്നീ പ്രദേശങ്ങളിലാണ് പോസ്റ്ററുകൾ ഒട്ടിച്ചിരിക്കുന്നത്. കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്നുള്ള തരത്തിലുള്ള വാർത്തകൾക്കും അത്തരത്തിലുള്ള തീരുമാനങ്ങൾ പ്രചരിച്ചു എന്ന വാർത്തകളുടെയും അടിസ്ഥാനത്തിൽ കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയുന്നവരെയെങ്കിലും അധ്യക്ഷനാക്കണമെന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ്റെ പരിഹാസം കോൺഗ്രസ് നേതൃത്വത്തോട് ആണ് എന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രത്യേക വിഭാഗത്തിൽ പുക പടർന്ന സംഭവത്തിൽ അപകട കാരണം ബാറ്ററി പൊട്ടിത്തെറിച്ചതാണ് എന്ന് റിപ്പോർട്ട്. പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. ബദൽ കാഷ്വാലിറ്റി പ്രവർത്തനം ആരംഭിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർക്ക് തിരികെ എത്താനുള്ള നിർദ്ദേശം നൽകി. ചലച്ചിത്ര നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനെതിരെ നിർമ്മാതാവ് കൂടിയായ സാന്ദ്ര തോമസിന്റെ മറ്റൊരു വിമർശനം. വട്ടപ്പലിശക്കാരൻ്റെ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് സിനിമയെ ഒറ്റിക്കൊടുക്കുകയാണ് എന്നാണ് പ്രധാനപ്പെട്ട വിമർശനം. വട്ടപ്പലിശക്കാരൻ്റെ ഗൂഢനീക്കത്തിന് കൂട്ടുനിൽക്കരുത്. ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഭീഷണി പ്രസംഗം ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നും സാന്ദ്ര തോമസ്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ADGPക്കെതിരെ റവന്യൂ മന്ത്രി കെ രാജൻ മൊഴി നൽകി. മൊഴിയിൽ ADGPയുടെ വിശദീകരണം അന്വേഷണ സംഘം രേഖപ്പെടുത്തും. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ റവന്യൂ മന്ത്രി കെ രാജന്റെ മൊഴി പ്രധാനമാണ് എന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ADGP MR അജിത് കുമാറിനെതിരായ മൊഴി സംബന്ധിച്ച റിപ്പോർട്ട് വരട്ടെ എന്നും ഒരു റിപ്പോർട്ടും സർക്കാർ അവഗണിച്ചിട്ടില്ല എന്നും TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. തെറ്റ് ചെയ്തവർക്കെതിരെ കർശനമായ നിലപാടെടുക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എന്നും TP രാമകൃഷ്ണൻ ഓർമ്മിപ്പിച്ചു. തൃശൂർ പൂരത്തിനോടനുബന്ധിച്ചുള്ള പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ ചമയ പ്രദർശനം ആരംഭിച്ചു. പാറമേക്കാവിൻ്റെ ചമയ പ്രദർശനം അഗ്രശാലയിലും തിരുവമ്പാടിയുടേത് കൗസ്തുഭം ഹാളിലുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൂരത്തിനൊരുങ്ങി തൃശൂർ. പൂരനഗരിയിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചിഹ്നങ്ങളോ കൊടികളോ പാടില്ല എന്ന വ്യവസ്ഥയുണ്ട്. DMOയുടെ സർട്ടിഫിക്കറ്റ് പതിപ്പിച്ച ആംബുലൻസുകൾക്ക് മാത്രമേ നഗരത്തിലേക്ക് പ്രവേശനമുള്ളൂ എന്ന് മന്ത്രി VN വാസവൻ അറിയിച്ചു. രാത്രി പ്രത്യേക ഗതാഗത നിയന്ത്രണം നടപ്പാക്കുമെന്ന് മന്ത്രി കെ രാജനും സൂചിപ്പിച്ചു. തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് നടക്കും. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ പേർക്ക് സ്വരാജ് റൗണ്ടിൽ നിന്ന് സാമ്പിൾ വെടിക്കെട്ട് കാണാൻ അവസരമൊരുക്കുമെന്നാണ് അവകാശപ്പെട്ടിരിക്കുന്നത്. ഇത്തവണ തിരുവമ്പാടി ദേവസ്വമാണ് സാമ്പിളിന് തിരികൊളുത്തുക. തിരുവമ്പാടിക്കായി മുണ്ടത്തിക്കോട് സതീഷും പാറമേക്കാവിനായി ബിനോയ് ജേക്കബാണ് വെടിക്കെട്ട് ഒരുക്കുന്നത്. വെടിക്കെട്ടിനോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് നഗരത്തിൽ മദ്യവിൽപ്പന ജില്ലാ കളക്ടർ നിരോധിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചു. മെയ് 5 രാത്രി 11 മുതൽ മെയ് 7 ഉച്ചയ്ക്ക് 2 വരെയാണ് നിരോധനം. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ ഉൾപ്പെട്ട എല്ലാ മദ്യവിൽപ്പനശാലകൾക്കും കള്ള് ഷാപ്പുകൾക്കും ബിയർ ആൻഡ് വൈൻ പാർലറുകൾക്കും ഈ നിരോധന ഉത്തരവ്
ബാധകമാണ്. അവ പൂർണ്ണമായും അടച്ചിടും. മദ്യനിരോധനം ഏർപ്പെടുത്തുന്നത് മൂലം വ്യാജമദ്യ നിർമ്മാണത്തിനും വിതരണത്തിനും ഇടയാകുന്ന സാഹചര്യം കണക്കിലെടുത്ത് മുൻകരുതലുകൾ എടുക്കുന്നതിന് എക്സൈസ് പോലീസ് അധികാരികൾക്ക് ഉത്തരവിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാമൂഹിക പ്രവർത്തക KV റാബിയ അന്തരിച്ചു. 59 വയസ്സായിരുന്നു. ചക്രക്കസേരയിലിരുന്ന് നാടിനാകെ അക്ഷരവെളിച്ചം പകർന്ന സാക്ഷരതാ പ്രവർത്തകയായ റാബിയയ്ക്ക് 2022 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. ഒരു മാസത്തോളമായി റാബിയ കോട്ടക്കലിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞമാണ് റാബിയയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത്. 2014 സംസ്ഥാന സർക്കാരിന്റെ വനിതാ രത്നം പുരസ്കാരവും നേടിയിട്ടുണ്ട്. തലച്ചോറിൽ ട്യൂമർ ബാധിച്ച 3 വയസ്സുകാരിയെ ജൈന മതാചാര പ്രകാരം ഉപവാസ മരണത്തിനിരയാക്കി രക്ഷിതാക്കൾ. മധ്യപ്രദേശിലെ ഇൻഡോറിലെ പീയൂഷ് വർഷ ദമ്പതികളുടെ മകൾ വിയന്ന ജെയിനാണ് മരിച്ചത്. രോഗം മൂലം ഗുരുതരാവസ്ഥയിലായ പെൺകുട്ടിയെ ജൈന മതത്തിലെ സമാന്തര ആചാരപ്രകാരമാണ് പട്ടിണിക്കിട്ട് മരണത്തിനിരയാക്കിയത്. ആത്മീയ ഗുരുവായ രാജേഷ് മുനിയുടെ നിർദ്ദേശപ്രകാരമാണ് കുട്ടിയെ ഇത്തരത്തിലുള്ള ഉപവാസത്തിനിരയാക്കിയത് എന്ന് രക്ഷിതാക്കൾ പറയുന്നു. കോഴിക്കോട് ബേപ്പൂർ തുറമുഖത്ത് നിന്ന് കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശി ശെൽവമാണ് മരിച്ചത്. ഗുരുവിന്റെ ക്യാബിന് മുകളിൽ ഉറങ്ങുകയായിരുന്ന ശെൽവം ഉറക്കത്തിൽ പുഴയിലേക്ക് വീണത് ആണ് എന്നാണ് നിഗമനം. മൃതദേഹം ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. ജമ്മുകശ്മീരിലെ പഹൽഗാമിലെ സുരക്ഷാ വീഴ്ച വ്യക്തമാക്കി അന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് നൽകി. ശ്രീനഗർ താഴ്വരയിൽ ആക്രമണം ഉണ്ടാകുമെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. ജമ്മുകശ്മീരിൽ ഒളിച്ചിരിക്കുന്ന ഭീകരർക്കായി തെരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. പാകിസ്ഥാനെതിരായ പ്രതിരോധ നടപടികൾ ഇന്ത്യ തുടരുകയാണ്. ഇന്ത്യൻ കപ്പലുകൾ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നത് പാക് സമുദ്രകാര്യ മന്ത്രാലയം വിലക്കി. അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. നിയന്ത്രണ രേഖയിൽ 8 വെടിവെപ്പുണ്ടായി. ശക്തമായി തിരിച്ചടിച്ചുവെന്ന് സൈന്യം അറിയിച്ചു. ചെനാബ് നദിയിലെ ബഗ്ലിഹാർ അണക്കെട്ടിന്റെ ഷട്ടർ താഴ്ത്തി. പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം ഇതുവഴി കുറയ്ക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അന്താരാഷ്ട്ര നാണയനിധിയിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യത്തെ പിൻവലിച്ചു ഇന്ത്യ. പാകിസ്ഥാനുള്ള സാമ്പത്തിക സഹായം അവലോകനം ചെയ്യാനുള്ള IMF യോഗം ചേരാനിരിക്കെയാണ് ഇന്ത്യയുടെ നടപടി. ഈ മാസം 9 ബോർഡ് യോഗം ചേരുക. എക്സിക്യൂട്ടീവ് ഡയറക്ടർ പദവിയിൽ ഇനിയും 6 മാസം കാലാവധി ശേഷിക്കെയാണ് സർക്കാരിന്റെ തിരക്കിട്ട ഈ നീക്കം. റാപ്പർ സംഗീതജ്ഞനായ വേടനെതിരായ വനം വകുപ്പിന്റെ നടപടിയിൽ വികാരപരമായ സമീപനം ശരിയല്ല എന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. വിഷയം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണമായിരുന്നുവെന്നും വനം വകുപ്പ് തിടുക്കപ്പെടാനുണ്ടായ സാഹചര്യം പരിശോധിക്കണമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ദളിത് താൽപ്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ചെറുപ്പക്കാരനാണ് വേടൻ എന്നും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വേടൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്നും അതുകൊണ്ട് തിരുത്താനുള്ള അവസരം എന്ന നിലയിൽ സർക്കാർ ഇടപെടലിനെ കണ്ടാൽ മതിയെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. വേടന് കേരളത്തിന്റെ പരിരക്ഷയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPIM-ഉം കോൺഗ്രസും ഒരേപോലെ അഴിമതിക്കാരാണ് എന്ന BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസ്താവനയ്ക്കെതിരെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. വെറുതെ ആരോപണം ഉന്നയിച്ചിട്ട് കാര്യമില്ലെന്നും ആരാണ് അഴിമതി ചെയ്തത് എന്ന് വ്യക്തമാക്കണമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. തിരുവനന്തപുരം പട്ടത്ത് വാഹനാപകടത്തിൽ ഒരാൾ മരിക്കാനിടയായ വാർത്ത വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഓട്ടോയിൽ യാത്ര ചെയ്തിരുന്ന സുനിയാണ് വിവിധ വാഹനങ്ങളുടെ ഇടിയെ തുടർന്ന് ആ ഓട്ടോറിക്ഷ കത്തിയതിനെ തുടർന്ന് മരിച്ചത്. അമിത വേഗത്തിലെത്തിയ കാർ ഓട്ടോയിലും സ്കൂട്ടറിലും ഇടിച്ചായിരുന്നു അപകടം. ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തിനശിച്ചു. തമിഴ്നാട്ടിലെ തിരുവാരൂരിൽ വാനും ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മലയാളികളായ 4 പേർ മരിച്ചു. തിരുവനന്തപുരം സ്വദേശികളായ സജിത് നാഥ്, രാജേഷ്, രാഹുൽ, സുജിത് എന്നിവരാണ് മരിച്ചത്. 3 പേർക്ക് പരിക്കേറ്റു. വേളാങ്കണ്ണിയിലേക്ക് പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. തിരുവനന്തപുരം പാറശാല കാരിക്കുഴിയിൽ അച്ഛൻ മകനെ കുത്തിക്കൊന്നു. കുന്നത്തുമല സ്വദേശി മനോജാണ് കൊല്ലപ്പെട്ടത്. കുടുംബ വഴക്കാണ് കൊലയിൽ കലാശിച്ചത് എന്നാണ് നിഗമനം. തൃശൂർ ചെറുവാളിൽ ഉത്സവാഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 2 പേർക്ക് കുത്തേറ്റു. ചെറുവാൾ സ്വദേശികളായ അമൽ, സുജിത് എന്നിവർക്കാണ് കുത്തേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാക്കുതർക്കം പിന്നീട് കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു. ചെറുവാൾ മൈതാനത്തിന് സമീപമായിരുന്നു സംഭവം. പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആലുവയിൽ ബാർ ജീവനക്കാരനെ 3 അംഗ സംഘം കുത്തിപ്പരിക്കേൽപ്പിച്ചു. കുത്തേറ്റത് ആലുവ മഹിളാലയം കവലയിലെ പാർക്ക് ആർഡക് ബാറിലെ ജീവനക്കാരൻ ഗണേശനാണ്.
രാത്രി മദ്യപിക്കാനെത്തിയ 3 അംഗ സംഘത്തോട് ബാറിന്റെ പ്രവർത്തന സമയം അവസാനിപ്പിക്കേണ്ടതിനാൽ പുറത്തിറങ്ങാൻ നിർബന്ധിച്ചതാണ് പ്രകോപനത്തിന് കാരണമായത്. സംഭവത്തിൽ ശ്രീമൂലനഗരം സ്വദേശികളായ മഹേഷ്, സജിത്, തിരുവല്ല സ്വദേശി ഷിൻഡു എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് പന്നിയങ്കരയിൽ കല്യാണ വീട്ടിൽ സംഘർഷമുണ്ടായി. ഒരാൾക്ക് പരിക്കേറ്റു. പന്നിയങ്കര സ്വദേശി ഇൻസാഫിനാണ് പരിക്കേറ്റത്. ചക്കങ്കടവ് സ്വദേശി മുബീനാണ് കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് ആക്രമിച്ചത്. ആക്രമണത്തിൽ ഇൻസാഫിന്റെ മുഖത്തിന് ആഴത്തിൽ മുറിവേറ്റു. മുബീൻ ജോലി ചെയ്യുന്ന ബാർബർ ഷോപ്പിലെ കത്തി കൊണ്ടാണ് ഇൻസാഫിനെ ആക്രമിച്ചത്. കല്യാണ വീട്ടിൽ മദ്യത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ആക്രമണത്തിന് കാരണം. കോഴിക്കോട് വടകര കുട്ടോത്ത് അയൽവാസിയുടെ കുത്തേറ്റ് 3 പേർക്ക് പരിക്കേറ്റു. കുട്ടോത്ത് സ്വദേശികളായ ശശി, ചന്ദ്രൻ, രമേശൻ എന്നിവർക്കാണ് കുത്തേറ്റത്. പ്രതി ഷനോജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എറണാകുളം ചോറ്റാനിക്കരയിലെ പോക്സോ കേസ് അതിജീവിതയുടെ മരണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു. 120 പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത്. ചോറ്റാനിക്കര കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ആൺ സുഹൃത്ത് അനൂപിനെതിരെ നരഹത്യ, ബലാത്സംഗ ശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. ആക്രമണത്തിൽ പെൺകുട്ടിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റിക, ബെൽറ്റ്, ഷാൾ എന്നിവ തെളിവുകളായി ഹാജരാക്കി. തലശ്ശേരിയിൽ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ 3 പേർ അറസ്റ്റിലായി. മലയാളിയും 2 ബീഹാറുകാരും അടക്കം 3 പേരാണ് പിടിയിലായത്. ഏപ്രിൽ 26-നാണ് യുവതി കൂട്ടബലാത്സംഗത്തിനിരയായത്. തിരുവനന്തപുരം വട്ടപ്പാറയിൽ യുവതിയെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. ചീരണിക്കര സ്വദേശി സംഗീതനെയാണ് അറസ്റ്റ് ചെയ്തത്. ഒപ്പമുണ്ടായിരുന്ന ദിനേശിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ചീരണിക്കര സ്വദേശി സുരഭിയെ ആക്രമിച്ച കേസിലാണ് പ്രതികൾ അറസ്റ്റിലായത്. പരാതിക്കാരുടെ ഭർത്താവുമായി ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് ആക്രമണം. സംസ്ഥാനത്ത് ട്രെയിനുകളുടെ വേഗം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. റെയിൽവേ ഡിവിഷൻ യോഗത്തിലാണ് തീരുമാനം. ആദ്യഘട്ടത്തിൽ 31 സ്റ്റേഷനുകളിലെ ലൂപ്പ് ലൈൻ വേഗതയാണ് വർദ്ധിപ്പിക്കുക. സെപ്റ്റംബറോടെ ഈ പരിഷ്കാരം നടപ്പാക്കും. മലപ്പുറം എടപ്പാളിലെ സ്വകാര്യ ലോഡ്ജിൽ നടത്തിയ പരിശോധനയിൽ 106 ഗ്രാം MDMA പിടികൂടി. പട്ടാമ്പി സ്വദേശി ഷാഫിയിൽ നിന്ന് ചെറുകിട വിൽപ്പനയ്ക്കായി എത്തിച്ച MDMAയാണ് പിടികൂടിയത്. ഷാഫിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. ബംഗളൂരുവിൽ നിന്നാണ് ഇയാൾ MDMA എത്തിച്ചത് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വയനാട് ഹൈബ്രിഡ് കഞ്ചാവുമായി കണ്ണൂർ സ്വദേശികളായ യുവതി ഉൾപ്പെടെ 2 പേർ പിടിയിൽ. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി ഷിൻസിത, അഞ്ചാംപീടിക സ്വദേശി ഫസൽ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 20 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. ബംഗളൂരുവിൽ നിന്ന് BMW കാറിൽ കടത്തുകയായിരുന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത്. കാറിന്റെ ഡിക്കിയിൽ 2 പൊതികളിലായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. ഇവരിൽ നിന്ന് പണവും മൊബൈൽ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ വാടാനപ്പള്ളിയിലെ ലോഡ്ജിൽ നിന്ന് MDMAയുമായി പിടിയിലായ 3 യുവാക്കളെ റിമാൻഡ് ചെയ്തു. കണ്ടശാങ്കടവ് സ്വദേശികളായ അമൽ, നിതിൻ, സച്ചിൻ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. പിടിയിലായ അമൽ വധശ്രമ കേസിൽ ഉൾപ്പെടെ പ്രതിയാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇടവേളയ്ക്ക് ശേഷം അതിവേഗ വാർത്ത തുടരും. ഇതെവിടുന്നാടാ? IBCയിലെ അമേരിക്കൻ PG ഡിപ്ലോമ കഴിഞ്ഞ് കരിയർ സെറ്റ് ആയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അമ്മയ്ക്ക് ഈ സർപ്രൈസ് കിട്ടും. ഇനി വെറുമൊരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ ഐബിസിലൂടെ. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ഓരോ വീടിന്റെയും കഥകൾ വ്യത്യസ്തമാണ്, പക്ഷേ സന്തോഷം അത് ഓരോ വീട്ടിലും ഒരുപോലെ ആണല്ലോ. ഒരു വീടിന്റെ സന്തോഷത്തിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ നല്ലൊരു തണുത്ത അന്തരീക്ഷം എല്ലായിടത്തും സന്തോഷവും സമാധാനവും നിറയ്ക്കുന്നു. അതാണ് ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നത്. മികച്ച തണുപ്പ് കുറഞ്ഞ ചെലവിൽ, അതും ഏറ്റവും വലിയ ഡിസ്കൗണ്ടുകളുമായി ചില്ലാക്സ് ഓഫറിലൂടെ. നന്ദില ജി മാർട്ട്, നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിനായി. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസൻസ് കർഷകരുടെ പങ്കാളിത്തത്തോടെ കാർബൺ ക്രെഡിറ്റ് പ്രൊജക്ട്സ്. സ്ത്രീകളുടെ ആരോഗ്യത്തിനായി ഹെർബൽ സാനിറ്ററി നാപ്കിൻ, ഗ്രീൻ പാഡ്, പൂർണ്ണമായും സസ്യങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഹോം കെയർ പ്രൊഡക്ട്സ്, എക്കോ ഹാർവെസ്റ്റ്, നാളികേര ഉൽപ്പന്നങ്ങൾക്കൊപ്പം പ്രകൃതിദത്തമായ ഭക്ഷ്യോൽപ്പന്നങ്ങളുമായി കേരാടെക്. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. അതിവേഗ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ഗോപുനന്ദിലെ ജിമാർട്ടിൽ ഒരു AC-യുടെ വിലയ്ക്ക് 2 AC-കൾ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്.
ഇനി വെറുമൊരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ ഐബിസിലൂടെ. Kavita Gold and Diamonds. Choose your special. Kairali Agriculture Multi-State Cooperative Society Limited. മൈ ചോയ്സ്, നാലാൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. My G Future. Experience the next. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. സാമ്പാറിന് രുചി ഉണ്ടാവണമെങ്കിലേ VB കായം തന്നെ വേണം. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. SP Medifort, the new advanced unit of SP Fort Healthcare, is now operational at Injikil, Thiruvananthapuram. Join India's #1 Commerce Institute, Indian Institute of Commerce, Lakshya. അതിവേഗ വാർത്തകൾ തുടരുന്നു. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 2 റൺസിന്റെ തോൽവി. പ്ലേ ഓഫ് പ്രതീക്ഷകൾ അസ്തമിച്ചതോടെ ആശ്വാസ ജയം ലക്ഷ്യമിട്ടായിരുന്നു ചെന്നൈ മത്സരിച്ചത്. RCBക്ക് കരുത്തായത് വിരാട് കോഹ്ലി, ജേക്കബ് ബെത്തൽ, റൊമാരിയോ ഷെപ്പേഡ് എന്നിവരുടെ അർദ്ധ സെഞ്ചുറികളാണ്. വാഹനാപകടത്തിൽ പരിക്കേറ്റവർക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തി പ്രിയങ്ക ഗാന്ധി MP. കരിപ്പൂരിൽ വിമാനത്താവളത്തിൽ നിന്ന് കൽപ്പറ്റയിലേക്കുള്ള യാത്രാമധ്യേയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കോഴിക്കോട് ഈങ്ങാപ്പുഴയിലുണ്ടായ കാർ അപകടം കണ്ട് കോൺഗ്രസ് നേതാവായ പ്രിയങ്ക ഗാന്ധി MP വാഹനവ്യൂഹം നിർത്തുകയായിരുന്നു. ഉടൻ തന്നെ തന്റെ വാഹനവ്യൂഹത്തിലുള്ള ഡോക്ടറെ വരുത്തി പരിക്കേറ്റവരെ പരിശോധിച്ച് അവരെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കാൻ നിർദ്ദേശം നൽകിയാണ് പ്രിയങ്ക ഗാന്ധി തന്റെ മണ്ഡലമായ വയനാട്ടിലേക്ക് പുറപ്പെട്ടത്. കൊയിലാണ്ടി സ്വദേശി നൌഷാദും കുടുംബവും സഞ്ചരിച്ച കാറിൽ മറ്റൊരു കാർ ഇടിച്ചായിരുന്നു അപകടം. തിരുവനന്തപുരം വാഴിച്ചലിൽ നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി മറിഞ്ഞ് ഡ്രൈവർ ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. കളിയിക്കാവുള്ള സ്വദേശി ജിഷോ, ക്ലീനർ ആകാശ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ആനപ്പാറയിൽ നിന്ന് കള്ളിക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരിയാറിൽ യുവതി ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. ആലപ്പുഴ സ്വദേശിനി നന്ദനയാണ് മരിച്ചത്. വെങ്ങൂർ പാണങ്കുഴിയിലാണ് അപകടം. ആൺ സുഹൃത്തിനൊപ്പം മണൽത്തിട്ടയിലൂടെ മറുകരയിൽ പോയി മടങ്ങുമ്പോൾ യുവതി കാൽ വഴുതി വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. യുവതി കയത്തിൽ അകപ്പെട്ടാണ് മരിച്ചത്. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിനിയായ സൈനികനെ ലോഡ്ജിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. കുഴപ്പാക്കോണം സ്വദേശി നിദർശാണ് മരിച്ചത്. ഭോപ്പാലിലെ റെയിൽവേ സ്റ്റേഷനിലെ ലോഡ്ജ് മുറിയിലാണ് സൈനികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യാഴാഴ്ചയാണ് അവധി കഴിഞ്ഞ് നിദർശ വീട്ടിൽ നിന്ന് പോയത്. മലപ്പുറം ചങ്ങരംകുളത്ത് ശക്തമായ കാറ്റിൽ തെങ്ങ് വീടിന് മുകളിലേക്ക് വീണ് ഒരാൾക്ക് പരിക്കേറ്റു. മണക്കാവത്ത് സ്വദേശി രതീഷിന്റെ വീടിന് മുകളിലാണ് തെങ്ങ് വീണത്. മുറ്റത്ത് നിൽക്കുകയായിരുന്ന ധന്യ എന്ന സ്ത്രീക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറ്റിൽ വിവിധ ഇടങ്ങളിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായത്. മലപ്പുറം ചമ്രവട്ടത്തെ മദ്യശാല പുഴമ്പ്രത്തേക്ക് മാറ്റിയ നടപടിക്കെതിരെ പൊന്നാനി MLA P നന്ദകുമാർ തന്നെ അറിയിക്കാതെയാണ് മദ്യശാല മാറ്റിയത് എന്ന് MLA പറഞ്ഞു. ജനവാസ മേഖലയിലേക്ക് ബിവറേജ് മാറ്റിയതിനെതിരെ വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് എന്നും P നന്ദകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാതിവില തട്ടിപ്പ് കേസിൽ യൂത്ത് ലീഗ് നേതാവും മലപ്പുറം മാറഞ്ചേരി പഞ്ചായത്ത് അംഗവുമായ KA ബക്കർ പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. 2 മാസമായി ബക്കർ ഒളിവിലായിരുന്നു. 330 പരാതികളിലായി 32 കേസുകളാണ് ബക്കറിനെതിരെയുള്ളത്. സീഡ് വഴിയും NGO കോൺഫെഡറേഷൻ വഴിയും 231 കോടി രൂപയുടെ തട്ടിപ്പാണ് ഇദ്ദേഹത്തിനെതിരെ ഉള്ളത്. കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നൽകുന്ന ഇടശ്ശേരി കവിതാ പുരസ്കാരത്തിന് അമൃത കേളകം അർഹയായി. 2 ഇലകൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ എന്ന സമാഹാരത്തിനാണ് പുരസ്കാരം. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് സമ്മാനം. അരുകുമാർ അന്നൂരിന്റെ ചെറുമന്റെ പാട്ട് എന്ന സമാഹാരം പ്രത്യേക പുരസ്കാരം നേടി. മെയ് 9 എറണാകുളം ടൗൺ ഹാളിൽ അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ മന്ത്രി VN വാസവൻ പുരസ്കാരം കൈമാറി. ആലപ്പുഴ തലവടി കുന്തിരിക്കൽ CMS ഹൈസ്കൂളിൽ സൗജന്യ ബാഡ്മിന്റൺ പരിശീലന കളരി ആരംഭിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്ക് ബാഡ്മിന്റൺ പരിശീലന കളരി സംഘടിപ്പിക്കുന്നത്. സ്കൂൾ ഉപദേശക സമിതി അംഗം സജി എബ്രഹാം പരിശീലന കളരി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറത്ത് ചക്ക ദേഹത്ത് വീണ് 9 വയസ്സുകാരി മരിക്കാനിടയായ സംഭവം വ്യാപകമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ പാകമായി നിൽക്കുന്ന പ്ലാവുകളുടെ
താഴെ കളിക്കാൻ പോകുന്ന കുട്ടികളെ കരുതലോടുകൂടി വേണം ഇനി കളിക്കാൻ വിടേണ്ടത് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചങ്കുവെട്ടി സ്വദേശി കുഞ്ഞലവിയുടെ മകൾ ആയിഷ തസ്നിയാണ് മരിച്ചത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടിയുടെ ദേഹത്തേക്ക് സമീപത്തെ പ്ലാവിൽ നിന്ന് ചക്ക വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കോട്ടക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. പാലക്കാട് മലമ്പുഴയിൽ ട്രെയിൻ ഇടിച്ച് 9 പശുക്കൾ ചത്തു. ട്രെയിൻ ഇടിച്ചത് മലമ്പുഴ കാഞ്ഞിരക്കടവ് സ്വദേശി അനന്തകൃഷ്ണന്റെ പശുക്കളാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോൾ തൊഴുത്തിൽ പശുക്കളെ കണ്ടില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് റെയിൽവേ ട്രാക്കിൽ പശുക്കളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. അനന്തകൃഷ്ണന്റെ 13 പശുക്കളിൽ 9 പശുക്കളെയാണ് ട്രെയിൻ ഇടിച്ചത്. അതേസമയം അനന്തകൃഷ്ണനെതിരെ റെയിൽവേ കേസെടുത്തു. കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്ന് രേഖകളില്ലാത്ത 4 കോടി രൂപ പിടികൂടി. കർണാടക സ്വദേശികൾ സഞ്ചരിച്ച കാറിന്റെ രഹസ്യ അറയിൽ ഒളിപ്പിച്ച നിലയിലാണ് പണം കണ്ടെത്തിയത്. കാറിലുണ്ടായിരുന്ന കർണാടക സ്വദേശികളായ രാഘവേന്ദ്ര, നിജിൻ അഹമ്മദ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ണൂർ മാഹി കൊളശ്ശേരിയിൽ ടോൾ ബൂത്തിൽ അതിക്രമിച്ച് കയറി ജീവനക്കാരെ മർദ്ദിച്ച് പണം കവർന്നു. 20 പേരടങ്ങുന്ന അക്രമികളാണ് ബൂത്തിൽ കയറി ആക്രമണം നടത്തിയത്. 4 ജീവനക്കാർക്ക് പരിക്കേറ്റു. 1,35,000 രൂപയാണ് അക്രമി സംഘം കവർന്നത്. കണ്ണൂർ കരിവെള്ളൂരിൽ വിവാഹ ദിവസം നവവധുവിന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. 30 പവനോളം സ്വർണം മോഷണം പോയതായാണ് പരാതി. ഭർത്താവിന്റെ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമാണ് മോഷണം പോയത്. കഴിഞ്ഞ ദിവസമാണ് മോഷണ വിവരം വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ കൊടകരയിൽ നിന്ന് 200 ഗ്രാമോളം MDMA-യുമായി യുവതിയും യുവാവും പിടിയിലായി. വെള്ളാങ്ങല്ലൂർ സ്വദേശി ദീപക്, സുഹൃത്ത് പറവൂർ സ്വദേശിനി ദീക്ഷിത എന്നിവരാണ് പിടിയിലായത്. തിരുവനന്തപുരം അമരവിള ചെക്ക് പോസ്റ്റിൽ വൻ രാസലഹരി വേട്ട. 200 ഗ്രാം MDMA-യുമായി കൊല്ലം സ്വദേശി സുഹൈൽ നസീറാണ് പിടിയിലായത്. ബംഗളൂരുവിൽ നിന്ന് വോൾവോ ബസ്സിൽ കടത്തുകയായിരുന്ന MDMA-യാണ് പിടികൂടിയത്. എറണാകുളം മുൻ RTO ജെർസൺ TM, ഭാര്യ റിയ ജെർസൺ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. എറണാകുളം സ്വദേശി അൽ അമീന്റെ പരാതിയിലാണ് കേസ്. എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 75 ലക്ഷത്തോളം രൂപ വില വരുന്ന തുണിത്തരങ്ങൾ അൽ അമീനും അമ്മയും നടത്തിയിരുന്ന സ്ഥാപനത്തിൽ നിന്ന് തട്ടിയെടുത്തു എന്നതായിരുന്നു പരാതി. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ യുവതി പിടിയിലായി. കൊച്ചിയിലെ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി CEO കാർത്തിക പ്രദീപാണ് പിടിയിലായത്. കാർത്തികയെ കസ്റ്റഡിയിലെടുത്തത് കോഴിക്കോട്ട് നിന്നാണ്. UK-യിൽ ജോലി വാഗ്ദാനം ചെയ്ത് 5,23,000 രൂപ തട്ടിയെന്ന തൃശൂർ സ്വദേശിനിയുടെ പരാതിയിലാണ് നടപടി. വിവിധ ഉദ്യോഗാർത്ഥികളിൽ നിന്നായി 3.5 കോടിയിലധികം രൂപയാണ് ഇവർ തട്ടിയെടുത്തത്. പണം മടക്കി ചോദിച്ചവരോട് സ്ത്രീപീഡനത്തിന് കേസ് കൊടുക്കുമെന്ന് കാർത്തിക ഭീഷണി മുഴക്കിയതായി പരാതിയുണ്ട്. തൃശൂരിൽ ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ ഒരാൾ റിമാൻഡിലായി. പാണ്ടിക്കാട് സ്വദേശി ഫിറോസിനെയാണ് റിമാൻഡ് ചെയ്തത്. ഷെയർ ട്രേഡിംഗിനായി പണം നൽകിയാൽ നൽകുന്ന പണത്തിന്റെ ഇരട്ടി പണം തിരികെ നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. കൊടകര സ്വദേശിനിയുടെ പരാതിയിലാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിവേഗ വാർത്ത പൂർണ്ണമാവുന്നു. ഇനി അല്പസമയത്തിനകം കേരള വിഷൻ ന്യൂസ് കാണാം. ന്യൂസ് ആഫ്റ്റർനൂൺ.